അടുത്തിടെ ട്രംപ് ഏറ്റവും അധികം വിമർശിച്ചിരുന്ന ഒരു വ്യക്തി ആരാണ്? അത് ന്യൂയോർക്കിൻ്റെ മേയറായി അധികാരമേറ്റ സൊഹ്റാൻ മംദാനിയാണ്. മംദാനിയും ട്രംപിനെ വളരെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. എന്നാൽ ഇരുവരും തമ്മിലുള്ള ഒരു മഞ്ഞുരുകലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നു. ട്രംപ് ഏറ്റവും കൂടുതൽ വിമർശിച്ച ആൾക്ക് ട്രംപിന് ആതിഥേയത്വം വഹിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിലും വിദേശ നയത്തിലും രണ്ട് പ്രധാന സംഭവ വികാസങ്ങളാണ് ഒരേ സമയം സംഭവിക്കുന്നത്. വെള്ളിയാഴ്ച ന്യൂയോർക്ക് സിറ്റിയുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മേയർ സൊഹ്റാൻ മംദാനി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തും. വ്യാഴാഴ്ച ട്രംപ് ചില ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കളെ രാജ്യദ്രോഹികളെന്ന് വിളിക്കുകയും അവർക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത സമയത്താണ് ഈ കൂടിക്കാഴ്ച. കൂടാതെ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള US പിന്തുണയുള്ള സമാധാന നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മംദാനിയുടെ ബുധനാഴ്ച രാത്രി ഒരു കൂടിക്കാഴ്ച നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. മംദാനിയും കൂടിക്കാഴ്ചയ്ക്കായി അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ട്രംപ് മുമ്പ് പലതവണ മംദാനിയെ പരസ്യമായി കടന്നാക്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിജയം ന്യൂയോർക്കിന് വിനാശകരമെന്ന് വിശേഷിപ്പിച്ചു. ട്രംപിന്റെ ഉപദേഷ്ടാക്കൾ തിരഞ്ഞെടുപ്പിൽ ഇടപെടാനും അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളികളായിട്ടുള്ള മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയെ പിന്തുണയ്ക്കാനും പോലും ശ്രമിച്ചു. എന്നിരുന്നാലും സ്വകാര്യമായി ട്രംപ് മംദാനിയെ കഴിവുള്ള രാഷ്ട്രതന്ത്രജ്ഞൻ, ബുദ്ധിമാൻ, മികച്ച പ്രഭാഷകൻ എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളെയും നഗരത്തിലേക്കുള്ള ഫെഡറൽ ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കുമെന്ന ഭീഷണികളെയും ശക്തമായി വിമർശിക്കുന്ന മംദാനി കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് നിവാസികളുടെ ആശങ്കകളെക്കുറിച്ച് ട്രംപുമായി സംസാരിക്കാൻ തന്റെ ടീം ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂയോർക്കുകാർക്ക് ഗുണം ചെയ്യുന്ന ഏതൊരു അജണ്ടയിലും താൻ ട്രംപിനൊപ്പം പ്രവർത്തിക്കും. ഒരു അജണ്ട ന്യൂയോർക്ക് നിവാസികൾക്ക് ദോഷം ചെയ്യുമെങ്കിൽ അത് ഇല്ല എന്ന് പറയുന്ന ആദ്യ വ്യക്തി ഞാനായിരിക്കും എന്നും മംദാനി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.